ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്ന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനിൽ മാത്യു എന്ന സഹോദരനാണ് തൻ്റെ ജീവസാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത്. അദ്ദേഹം കിങ് ജീസസ് മിനിസ്ട്രിയുടെ മുഴുവൻ സമയ ശുശ്രൂഷകനാണ്. അവരുടെ തമിഴിലുള്ള ശുശ്രൂഷകൾക്ക് മുഴുവനും നേതൃത്വം കൊടുക്കുന്നത് അനിൽ മാത്യു എന്ന ഈ സഹോദരനാണ്. മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളും സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ച ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് അനിൽ മാത്യു. ഹോസ്പിറ്റലുകളിൽ, കോളനികളിലെല്ലാം താൻ അനുഭവിച്ച ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ വചനവേദിയിലേക്ക് അനിൽ ബ്രദറിനെ സ്വാഗതം ചെയ്യാം. യെശയ്യാ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. യേശുവിൻ്റെ ഈ അനന്തമായ സ്നേഹം, ഈ കരുണ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അനുഭവിച്ച ആ കരുണയും സ്നേഹവുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സ്, രണ്ടാമത്തെ ഒരു മോനാണുള്ളത്, അവന് 4 വയസ്സ്. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ചെറുപ്പത്തിലൊക്കെ കുർബാനയ്ക്കൊക്കെ കൂടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞു, എനിക്ക് ചെറിയ ജോലിയൊക്കെ ആയി, പിന്നെ പള്ളിയില്ല, പ്രാർത്ഥനയില്ല. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിൽ എന്തൊക്കെയോ പിടിച്ചടക്കണം, എന്തൊക്കെയോ നേടണം, അങ്ങനെ ഒരു പോക്കായിരുന്നു. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലൊരു കമ്പനി ജോലി കിട്ടി. ഞാൻ അവിടെ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് 9 വർഷത്തോളം ജോലി ചെയ്തു. മൊത്തത്തിൽ ഒരു 11 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബ്ലാങ്ക് അതേപോലെ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. 2011 ആദ്യം തൊട്ട് എൻ്റെ ശരീരം മൊത്തം വേദന, 2 കൈയുടെ ഈ ചെറിയ വിരലുകൾ ഇങ്ങനെ തരിപ്പുണ്ടാകും ഇടയ്ക്കിടയ്ക്ക്. വണ്ടിയൊന്നും അധികം നേരം ഓടിക്കാൻ പറ്റത്തില്ല. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാനും മേലെ നിൽക്കാനും മേലെ, അതുപോലെ ഭയങ്കര പെയിൻ. ഞാൻ ശരിക്കും 2011 5ാം മാസത്തിലാണ് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പ് നടത്തി. ഫുൾ ചെക്കപ്പ് നടത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അതിലെ 99 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഓവറാണ്, നിനക്കൊരു 70-74 കിലോയിൽ കൂടുതൽ പാടില്ല. 99 കിലോ വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം. ഞാൻ എന്നിട്ട് ഒരു വെറുതെ ഡൈക്ലോഫിനാക്കിൻ്റെ ജെല്ലൊക്കെ തന്ന് വിട്ടു. ഞാൻ വീട്ടിൽ പിറ്റേന്ന് ദിവസം തൊട്ട് രാവിലെ 4 മണിക്ക് എണീക്കും, വാക്കിംഗ് തുടങ്ങി, ഓടാൻ തുടങ്ങി. എന്താണെങ്കിലും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എണീക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ആ ഒരു കണ്ടീഷനായി. അതേപോലെ ശരീരം വേദന, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനപ്പം എൻ്റെ വീട് കോട്ടയത്ത് വന്നൊരു ഡോക്ടറെ കാണാം, പേഴ്സണൽ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണാമെന്ന് വെച്ചിട്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നു. പിറ്റേന്ന് ദിവസം രാവിലെ ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ഞാൻ എണീറ്റ് കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ ബാത്റൂമിനകത്തൊന്ന് സ്ലിപ്പായി. ഞാൻ അങ്ങനെ വീണു, പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചെന്ന് എക്സ്റേ കിടന്നിട്ട് നോക്കി. എൻ്റെ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഡിസ്ക് ചെറുതായിട്ട് തെന്നിയ പോലെ ഡിസ്കിന് ചെറിയ കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഈ ഡിസ്ക് തെന്നിയതാണെങ്കിൽ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഈ കോട്ടയത്തിനടുത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ഐമനോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ വൈദ്യശാലയിൽ പോയി. വൈദ്യർ പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു 10-21 ദിവസം കിഴി വെച്ച് തിരുമാം, എന്നിട്ട് ഡിസ്ക് പിടിച്ച് നേരെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ 20 ദിവസം പോയി തിരുമി, പ്രശ്നമില്ല. 21ാമത്തെ ദിവസം ഞാനും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനോട് ഞങ്ങൾ 2 പേരും ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്. ചെന്നു തിരുമലൊക്കെ കഴിഞ്ഞു, വൈദ്യർ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു, എന്നെ തിരിച്ചു നിർത്തി. എന്നിട്ട് ആൾ എന്നെ പുറത്തിട്ടിട്ട് 2 കുടച്ചിൽ കുടഞ്ഞു നേരെ താഴോട്ട് തിട്ടു. ഞാൻ നേരെ താഴോട്ട് പോയി, പിന്നെ എണീറ്റില്ല. വൈദ്യുതി പറഞ്ഞു, ഞാൻ ഒരുപാട് പേരെ ചികിത്സിച്ചതാ, എന്നാന്നറിയത്തില്ല, ഇനി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി വീണ്ടും സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. ഡോക്ടേഴ്സ് പറയുന്നത് ഇതാ ഒന്നും കാണാനില്ല, ഡിസ്കിൻ്റെ ചെറിയ തെറ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു അനുജൻ ഇവിടെ വയനാട്ടിൽ സെറ്റിൽ, അവൻ പറഞ്ഞു, ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, നീ ഒന്നും പേടിക്കുന്നുണ്ട്, ഇങ്ങോട്ടോ ഇവിടെ ഒറ്റമൂലിയുണ്ട്, ഇവിടെ അല്ലാത്ത ചികിത്സ ചെയ്യണം. അങ്ങനെ ഞാൻ നേരെ വയനാട് കൽപ്പറ്റയ്ക്ക് പോയി. അവിടെ ചെന്ന് ഒരു 6-7 ദിവസം കഴിഞ്ഞു. ഇപ്പം എനിക്ക് അത്യാവശ്യം നടക്കാറായി. പിന്നെ 1 മാസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. അവർ വൈദ്യുതി പറഞ്ഞു, ഇനി ഒരു 6 മാസത്തേന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മയുടെ യൂട്രസിനകത്ത് അമ്മയ്ക്ക് ഭയങ്കര വയറ്റിനകത്ത് വേദന. അങ്ങനെ കിടങ്ങൂർ ലൂർദ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ അമ്മയുടെ യൂട്രസിനകത്തൊരു മുഴ വളരുന്നുണ്ട്. ആദ്യം ചെന്നപ്പോൾ ചെറുതായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് വീണ്ടും വേദന കൂടി, വീണ്ടും ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ അത് 2 സെൻറ്റിമീറ്റർ വളർന്നേക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പെട്ടെന്ന് വളരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അമ്മയ്ക്കപ്പോൾ ഷുഗർ, പ്രഷർ, തൈറോയിഡ്, കൊളസ്ട്രോൾ, കുറേ അസുഖങ്ങളുണ്ട്. ഈ തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഈ ഷുഗർ 400 കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്താൽ കരിയാൻ പാടാ, അതുകൊണ്ട് നമുക്ക് ആദ്യം ഷുഗറൊക്കെ കുറയ്ക്കാം. പിന്നെ അമ്മയെ അവിടെ നിന്ന് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ബിന്ദു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇൻസുലിനൊക്കെ എടുക്കാം, 1 മാസം ഇവിടെ കിടന്ന് ചെയ്യണം, ഡിസംബർ മാസത്തോടു കൂടി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പനിയിൽ നിന്ന് വിളിച്ചു, അനിലെ 10 ദിവസത്തെ അവധി ചോദിച്ചു നീ പോയി, ഇപ്പം 3 മാസമായി, തിരിച്ച് വരുന്നുണ്ടോ, അത് ഞങ്ങൾ വേറെ ആളെ വെക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ അമ്മയ്ക്ക് ഡിസംബറിൽ സർജറി വേണം. ഞാൻ പറഞ്ഞു സാറേ വരുക. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി കയറി. എന്നാലും ചെന്ന് പിറ്റേ ദിവസം തൊട്ട് കമ്പനി ജോലി തുടങ്ങി. കറക്റ്റ് 19 ദിവസം, 19ാമത്തെ ദിവസം ഞാനിങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്നു. പിന്നെ ഒരു 3 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ചെറുതായിട്ട് സ്ലിപ്പാകുന്ന പോലെ തോന്നി. പിന്നെ എനിക്ക് ബോധമില്ല, ഞാൻ എന്താ സംഭവിക്കുക എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ബോധം തെളിയുമ്പോൾ ഞാൻ വീണ്ടും കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ രാത്രി ഒരു 2 മണി കഴിഞ്ഞാൽ എണീക്കുന്നത്. ഞാൻ എണീക്കാൻ നോക്കുമ്പോൾ കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ആകെ വർത്താനം പറയാം. ഞാൻ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ നട്ടലിലെ L1 L2 ബ്രോക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം സംഭവിച്ചാൽ 6-7 മാസം ആയതാണ്. ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇട്ട് ഒരു 5-6 മാസം കിടക്കണം, അപ്പം മാത്രമേ ഇത് നോർമൽ ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, വെയിറ്റ് ഇട്ട് 6 മാസം കിടക്കണം, അമ്മയും വൈഫും എല്ലാവരും നാട്ടിലാണ്. ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയും നാട്ടിലോട്ട് വിട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നെ ഒരു ആംബുലൻസെ കയറ്റി നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ ഒരു 7 മണിയോട് കൂടി എത്തി. അപ്പോൾ ഈ യൂണിറ്റി സ്കാൻ എന്ന് പറയും, മെഡിക്കൽ കോളേജിൻ്റെ വെളിയിലുള്ള സ്കാൻ സെൻറ്ററിൽ മാത്രം അന്ന് രാത്രി മാത്രം 43,000 രൂപയുടെ ടെസ്റ്റ് എഴുതി. MRI, സ്കാനിങ്, എക്കോ സൗണ്ട്, എക്സ്റേ, LCG എല്ലാം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിലെ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്, അതുകൊണ്ട് നമുക്ക് പുറം ഒന്ന് കിഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എൻ്റെ പുറം കിഴിച്ച് നട്ടലിൽ നിന്ന് ചരണ്ടി ടെസ്റ്റിന് അയച്ചു. ഇതിൻ്റെ റിസൾട്ട് വന്ന 6 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിലെ റിസൾട്ട് വിസിബിൾ അല്ല, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ കിഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഒന്നുകൂടെ കിഴിച്ചു. പിന്നെ 3 ദിവസത്തിനകം എമർജൻസി ആയിട്ട് റിസൾട്ട് വാങ്ങി. റിസൾട്ട് വാങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിലും റിസൾട്ട് വിസിബിൾ അല്ല, ഇനി ചെയ്യാൻ പറ്റും, നമുക്ക് സർജറി ചെയ്യാം. സർജറി ചെയ്തിട്ട് കയ്യോടെ ഈ നട്ടലിന് നമുക്ക് കമ്പിയിടാം. കാരണം ഒരു സർജറി ചെയ്താൽ ഉടനെ ഇനി അടുത്തത് ചെയ്യാൻ പറ്റത്തില്ല. നട്ടലിൽ നിന്ന് ചരണ്ടി എടുക്കാൻ കൈയുടെ കമ്പിയിടാം. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ മോനെ ഉണ്ടായിട്ട് ഞാൻ അവനെ ശരിക്കും എടുത്തിട്ടില്ല, അവനൊരു വയസ്സാകുന്നുള്ളൂ. അപ്പം കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് ഒന്നും എടുക്കത്തില്ല. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും സർജറി വേണ്ട, എന്നെ ഡിസ്ചാർജ് ആക്കിയോ, ഇവിടെ ട്രീറ്റ്മെൻറ്റ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി. ഗുളിക കഴിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കിഡ്നി കംപ്ലൈൻ്റായി, പെയിൻ കില്ലർ എല്ലാം കഴിച്ച് യൂറിൻ പോകുന്നില്ല, ഇതിൻ്റെ ട്യൂബ് ഇട്ടേക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ഒരു മങ്ങൽ പോലെയൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ ശരീരം മൊത്തം പെയിൻ. ആ അവസ്ഥയിലാണ് എന്നെ ഡിസ്ചാർജ് ആക്കി നേരെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറെന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വൈദ്യശാല ചെന്നു. അവിടെ വൈദ്യശാല ചെന്ന് വൈദ്യർ വീണ്ടും സ്കാനിങ് എല്ലാം ചെയ്തു. വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ചികിത്സിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നട്ടലിനല്ല, ശരിക്കും ഇടത്തെ ഇടുപ്പിലെ അസ്ഥികൾ ദ്രവിച്ച പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അമൃതയിലെ വലിയൊരു ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ എന്നെ അവിടെ നിന്ന് വീണ്ടും ആംബുലൻസെ കയറ്റി നേരെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കാണ് പോയത്. തിരുവനന്തപുരം ശ്രീചിത്രത്തിൽ ചെന്ന ഉടനെ നമ്മളെ കുളിപ്പിച്ച് അകത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. ഒരു ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഴപ്പമില്ല, കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, എന്നാ അസുഖമാണേലും ഒരു പ്രശ്നവുമില്ല, നമ്മൾ 2 ദിവസത്തേക്ക് ആകുമ്പോൾ റെഡിയാകുമെന്ന് വിചാരിച്ചു. 3 ദിവസമായി, 4 ദിവസമായി, 5-ാം ദിവസം എന്നെ ഒരു ബോൺമാരോയുടെ ടെസ്റ്റ് എടുത്തിരുന്നു. 6-ാം ദിവസം വൈകുന്നേരം അവിടുത്തെ ശ്രീചിത്രയിലെ മെയിൻ ഡോക്ടർ സുരേഷ് നായർ സാറ്, അതുപോലെ മാധ്യ അബ്രഹാം, അങ്ങനെ 3-4 ഡോക്ടർമാരുടെ അടുത്ത് വന്നു. എന്നിട്ട് ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് ഇതാണ്, അനിലെ മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ഞെട്ടി. അതുവരെ എൻ്റെ വിചാരം ഞാൻ ഇന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അല്ലെ നാളെ ഞാൻ ഇവിടുന്ന് എണീറ്റ് പോരാന്ന് വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ സാറേ, ചിരിച്ചോണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. വീണ്ടും ഡോക്ടർ ഇങ്ങനെ തന്നെ ചോദിച്ചു. പറഞ്ഞു അപ്പം എനിക്ക് ഒന്നുകൂടെ ഇതായി. ഞാൻ ചോദിച്ചു എന്നാ സാറേ. അപ്പോൾ ഡോക്ടർ പിന്നെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ചോദിച്ചു, അനില് വേണം ഇത് വൈഫിനോടും പേരൻസിനോടും ഒക്കെ പറയാൻ. കാരണം ബോൺമാരോ ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോമ 4th സ്റ്റേജ് കഴിഞ്ഞു. നിൻ്റെ ഇടുപ്പിലെ എല്ലുകൾ നട്ടലെല്ലാം ദ്രവിച്ചു പോയി. ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ RCCയിലേക്ക് മാറ്റുമോ, നാളെ രാവിലെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് മാറ്റുമോ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് മാറ്റി. അവിടെ ചെന്ന് വീണ്ടും ഫുൾ ചെക്കപ്പുകളെല്ലാം വീണ്ടും ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു ശ്രീജിത്ത് ഡോക്ടർ എന്നെ അവിടെ നോക്കിയത്, RCCയിലെ ശ്രീജിത്ത് എന്ന് പറയുന്ന മെയിൻ ഡോക്ടറാണ് നോക്കിയത്. ഡോക്ടർ പറഞ്ഞു, ഒരു 4-4.5 വർഷം മുമ്പ് വരുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരെല്ലാം അപ്പോൾ കരച്ചു തുടങ്ങി. എൻ്റെ ഭാര്യ, അപ്പാവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കരച്ചു തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും നിങ്ങളുടെ റിസ്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏകദേശം 20ഓളം കീമോ ചെയ്തു, 11 റേഡിയേഷൻ ചെയ്തു. അങ്ങനെ ഡോക്ടറെ അവിടെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു. ലാസ്റ്റ് ഏപ്രിൽ 8-ാം തീയതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താണെങ്കിലും ഇത്രയും ചെറുപ്പമല്ലേ, മരിക്കുവാണെങ്കിൽ വീട്ടിൽ കിടന്ന് മരിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം TC എന്ന് പറയുന്ന കൗണ്ട് 4000-10000 വേണം നോർമലായിട്ടൊരാൾക്ക്. എനിക്കുള്ളത് വെറും 56 ഉള്ളൂ.
അത് ഡെഡ് ലെവലാ. ഇത് 1000 കുറഞ്ഞാൽ ഭയങ്കര സീരിയസ്, 500 കുറഞ്ഞാൽ ആൾ ഇരിക്കാൻ പാടാതെ. എനിക്ക് വെറും 56 ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഡോക്ടർക്ക് അറിയത്തില്ല. അതേപോലെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് 1.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരണം. അത് 80,000 50,000 കുറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആണ്. അത് 10,000 കുറഞ്ഞു കഴിയുമ്പം പ്ലേറ്റ്ലേറ്റ് കയറ്റണം. എൻ്റെ അത് വെറും 111 ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് ഉള്ള ഒരാൾ ഇപ്പോൾ ഇരിക്കുന്ന പാടാ, അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഡിസ്ചാർജ് എഴുതിയ ഉടനെ മരുന്നിന് ഇങ്ങനെ കുറിച്ച് കൊടുത്തു. അച്ഛൻ്റെ അനിയൻ പോയി നോക്കി, അതിൽ വെറും 7 ദിവസത്തേരെ മരുന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടറോട് എന്ന് ചോദിച്ചു, സാറേ 1 മാസത്തെ എഴുത്, കാരണം 7 മാസത്തെ എഴുതിയാൽ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും കോസ്റ്റ്ലി ആയ വില കൂടിയ മരുന്ന് എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്, ആൾ ഒരാഴ്ച ഇരിക്കാൻ പാടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഡിസ്ചാർജ് ആക്കി അവിടുന്ന് ആദ്യം കാറേ കയറത്തില്ല, 2-3 അംബാസഡർ ഇനോയൊക്കെ മാറി നോക്കി. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം, എൻ്റെ എപ്പോഴും ഹാൻഡ്ലിങ്ങിനിടയ്ക്ക് എൻ്റെ നട്ടലിൻ്റെ L1 L2 ഒടിഞ്ഞ് വെളിയിലേക്ക് തള്ളി വന്നു. അപ്പോൾ ആദ്യം ഒരു ബെൽറ്റ് ഉണ്ട്, രണ്ടാമത് എൻ്റെ ഈ ഇടുപ്പ് ഇവിടം തൊട്ട് തോളിൻ്റെ ഇവിടം വരെയുള്ള മോൾഡിങ് വെച്ച് ചെയ്ത ഒരു ബെൽറ്റിനകത്ത് എന്നെ ശ്രീചിത്രയിൽ നിന്ന് RCCയിലേക്ക് മാറ്റിയത്. ഞാൻ ശരിക്കും ഈ ബെൽറ്റിനകത്ത് ഇങ്ങനെ കിടക്കുക, ആ ബെൽറ്റോട് കൂടി എനിക്ക് കാറിൽ ഇറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ആംബുലൻസിൽ തന്നെ കയറ്റി കുറച്ച് ദൂരം ഒരു 5-6 കിലോമീറ്റർ ആയിക്കാണ് ഞാൻ കിടന്ന് കാണാൻ തുടങ്ങി. എനിക്ക് പെയിൻ താങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലെ വേദന. കൊല്ലമൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കാറി എന്നെ ഇറക്കി വഴി സൈഡിൽ കിടത്തി, എനിക്ക് പറ്റത്തില്ലെന്ന്, സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അച്ഛൻ്റെ അനിയനും വൈഫും അലൈമാരൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു എന്നാ ചെയ്യാൻ, RCCന്ന് വിട്ടു, ഇനി വേറെ എവിടെ കയറ്റണം, തന്നെയല്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും കെട്ടിയാൽ പൈസയും വേണ്ടേ, മൊത്തം എല്ലാം ഇതായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹിക്കുക, നമുക്ക് വീട്ടിൽ വരെ എത്താം. പിന്നെ ഞാൻ എന്താണെങ്കിലും കരഞ്ഞു, എല്ലാവരും വണ്ടിക്കകത്ത് കരച്ചില്ല. അങ്ങനെ ആംബുലൻസ് വിട്ടു. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചങ്ങനാശ്ശേരിയൊക്കെ കഴിഞ്ഞോണ്ടേ ചോദിച്ചു വീട്ടുകാരെ, എല്ലാവർക്കും പേടി, എങ്ങനെ ഈ ആംബുലൻസായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, നാട്ടുകാരെല്ലാം ഓർക്കും മരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പതുക്കെ വണ്ടി വിട്ടു. രാത്രി 11 മണി കഴിഞ്ഞാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന്. വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഒരു 10-300 മാറിയ വണ്ടി നിൽക്കത്തുള്ളൂ. വീട്ടിലേക്ക് ഒരു ഇടത്തുണ്ടാ, റോഡ് നല്ല വഴിയില്ല, ഒരു ഇടത്തുണ്ടാ. അപ്പോൾ എന്നെ അവിടെ കൊണ്ട് നിർത്തി എന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പിറ്റേന്ന് ദിവസം രാവിലെ തന്നെ എൻ്റെ ബെഡിനോട് ചേർന്നൊരു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് അത്യാവശ്യം പല്ലൊക്കെ വൈഫ് തേപ്പിച്ച് തരും. പിന്നെ പാചകം കാര്യങ്ങൾ എന്നെ വലിച്ച് ബെൽറ്റൊക്കെ ഇട്ട് ടൈറ്റാക്കി എന്നെ വലിച്ച് ഈ ക്ലോസറ്റിലേക്ക് വെക്കും, എന്നിട്ടാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ ഞാനിങ്ങനെ വീട്ടിൽ വന്നു. 8-ാം തീയതി വന്നു. 9-ാം തീയതി ഒരു ദിവസം വീട്ടിലെല്ലാവരും ഒന്നിച്ചുള്ളായിരുന്നു. കാരണം 10-ാം തീയതി രാവിലെ അമ്മേനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി അമ്മ 1 മാസം അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട്, അപ്പോൾ അമ്മയുടെ വയറെല്ലാം ഒത്തിരി വീർത്ത് വന്നിരുന്നു. കഴിഞ്ഞ് അമ്മയ്ക്ക് സർജറി നടന്നു. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴാണ് ഭയങ്കര കഷ്ടം. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്ന് കിടക്കുക. അപ്പം 99 കിലോ ഉണ്ടായിരുന്ന എൻ്റെ വെയിറ്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു 63 കിലോയേ ഉള്ളൂ. തലയിലെങ്ങും ഒരു ഒറ്റ മുടിയില്ല, ശരീരം മൊത്തം കറുത്തു, കൈയുടെ വെള്ളം മൊത്തം ബ്ലാക്ക്. കാരണം RCCയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ എനിക്ക് 18 ലക്ഷം രൂപയുടെ മരുന്ന് എൻ്റെ ഈ ശരീരത്തിൽ കയറ്റിയിരുന്നു. അത് കഴിഞ്ഞ് മൊത്തം കറുപ്പ്, കൈയുടെ വെള്ളയൊക്കെ ഇപ്പോൾ മരുന്ന് നിർത്തി 2 വർഷമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടില്ല, ഇതുവരെ നോർമലായിട്ടില്ല. നഖമെല്ലാം കറുപ്പ്, നാക്ക്, കൈയുടെയും കാലിൻ്റെ എല്ലാം നഖമെല്ലാം ഇപ്പോഴും ബ്ലാക്ക് കളറാണ്. അതേപോലെ ഞാനൊരു ഈ 2 വർഷം മുമ്പ് ഞാൻ അതേപോലെ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് കിടക്കും. ഇപ്പോൾ പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരാണ്. മോൾക്ക് ഇപ്പോൾ 6 വയസ്സോനോ മോന് 4 വയസ്സുള്ളൂ. അവർ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് വരും. എന്നിട്ട് വന്ന് ചോദിക്കും, അച്ചാച്ചി എപ്പോഴാണ് എഴുന്നേക്കുന്നത്, എപ്പോഴാണ് ഞങ്ങളെ ഒന്ന് എടുക്കുന്നതെന്ന് ചോദിക്കും. എൻ്റെ മോനെയൊക്കെ ഞാനപ്പോൾ ശരിക്കും എടുത്തിട്ടില്ല. അവനിങ്ങനെ വരും. എന്നിട്ട് പിള്ളേരെ ആരും അടുത്തോട്ട് വരുന്നത്, കാരണം ഞാൻ എൻ്റെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ്. പക്ഷെ മോനിങ്ങനെ ഓടി വന്ന് ആരും കാണാതെ ഓടി വരും. അവൻ വന്നിട്ട് എൻ്റെ ദേഹത്ത് ഇങ്ങനെ, ഇപ്പോൾ എന്നെ വെറുതെ ഒരു തുണി മാത്രമേ ഇട്ടിട്ടുള്ളൂ, മുണ്ടും മാനൊന്നും ഉടുപ്പിക്കത്തില്ല, വെറുതെ ഒരു തുണിയിട്ട് മൂടിയിട്ടുള്ളൂ. അവൻ പതുക്കെ വന്ന് തുണി മാറ്റിയിട്ട് എൻ്റെ ദേഹത്ത് കയറി കിടക്കും. എന്നിട്ട് പറയും, അച്ചാച്ചി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ, അച്ചാച്ചയുടെ ദേഹത്ത് നല്ല ചൂടാന്ന് പറയും. എന്നിട്ട് അവൻ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് അവൻ്റെ ദേഹത്തോട്ട് അവൻ തന്നെ വെക്കും. അപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ അനക്കാൻ വരെ ഞാൻ കിടക്കുക. ഞാനൊക്കെ ഇപ്പോൾ ഓർത്ത് എൻ്റെ യേശു ഇതിലും ഭേദം എന്നെ മരിക്കുന്നതായിരുന്നു. കാരണം പിള്ളേർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി വന്നിട്ട് അച്ചാച്ച എപ്പോഴും എഴുന്നേക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. എന്നിട്ട് ഇവരിങ്ങനെ അടിക്കടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇവൻ ഇങ്ങനെ പറയും, നല്ല ചൂടാ കെട്ടിപ്പിടിയെന്ന് പറയും. അപ്പോൾ എൻ്റെ കയ്യല്ല, ഇപ്പം അവൻ തന്നെ പിടിച്ച് ദേഹത്തേക്ക് വെക്കും. പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല, അതെൻ്റെ കൈ ഇങ്ങനെ തന്നെ അരിഞ്ഞ് ഇങ്ങനെ താഴേക്ക് പോകും. അതേപോലെ എന്നെ കാണാൻ എൻ്റെ കസിൻസൊക്കെ അവരൊക്കെ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയിട്ട് അവരൊക്കെ പോകും. ആർക്കും എന്നെ കാണാനായിട്ട് അതേപോലെ ബുദ്ധിമുട്ട്. ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോഴാണ് എൻ്റെ വികാരിയച്ഛൻ വന്നിട്ട് പറഞ്ഞു, അനിലെ എന്താണെങ്കിലും ഇത്രമായി, ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചത്തെ മരുന്ന് തന്ന് വിട്ടു, ഒരാഴ്ചയായി 2 ആഴ്ചയായി, അതിനിടയ്ക്ക് മരുന്ന് പോയി വാങ്ങിച്ചു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു, ഇങ്ങനെ കിടക്കുക. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോട്ടയ്ക്കൊരു ധ്യാനത്തിനും, അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നല്ലേ. അപ്പോൾ എൻ്റെ വൈഫിനും ഭയങ്കര വിശ്വാസം, കാരണം അവൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ പിന്നെ വചനോത്സവത്തിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞു, എന്താണെങ്കിലും നമുക്ക് പോട്ടയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഞാൻ ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ 4ാമത്തെ നടയിൽ കിടക്കുമ്പം അവൾ ഇങ്ങനെ ഡോക്ടറെ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു,
ആള് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. എന്തെങ്കിലും കാരണത്താൽ ഇപ്പം ഈ മെഡിസിൻ കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് റിക്കവർ ആയാലും ആളൊരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. കാരണം എൻ്റെ ഇടുപ്പിലെ എല്ലുകൾ നട്ടലുകൾ മൊത്തം ദ്രവിച്ചു പോയി. അതൊക്കെ മാറ്റി മെറ്റൽ വെച്ചാലും പഴയതുപോലെ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഇതായി കഴിഞ്ഞ് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കണ്ണീ മൊത്തം ഇരുട്ട് കയറി. അവൾ ചെന്ന് ബൈബിൾ തുറന്നൊരു വചനം എടുത്തു. അത് യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നടത്തും. ഈ വചനം ഇങ്ങനെ ഡെയിലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ അവൾക്ക് അച്ഛനിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിശ്വാസം. ഒരു കാര്യം ചെയ്യേ, നമുക്ക് പോട്ടയ്ക്ക് ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ചെന്ന് ചോദിച്ചപ്പം അമ്മ ഡിസ്ചാർജായി വരുന്നതിൻ്റെ ഡേറ്റ് ഡോക്ടറോട് ചോദിച്ചിട്ട് എൻ്റെ വികാരി അച്ഛൻ തന്നെ പോട്ടയെ വിളിച്ച് റൂം ബുക്ക് ചെയ്തു, ആംബുലൻസ് ഒക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ പിറ്റേന്ന് ദിവസം ഞായറാഴ്ച ധ്യാനം തുടങ്ങും. അപ്പോൾ ശനിയാഴ്ച അമ്മ വരുന്നു. ഞായറാഴ്ച രാവിലെ ധ്യാനത്തിന് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെ പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി താഴെ റോഡിൽ കൊണ്ടുവന്നു. എന്നാൽ വീട്ടിലെല്ലാവരും ഓടിപ്പോയി. അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോഴാണ്ടേ വൈഫ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ മോള് നോക്കുമ്പം പാലിങ്ങനെ തിളച്ച് തൂവുക. അവൾ ഓടിച്ചെന്നിട്ട് ആ പാലും പാത്രം നിർത്താനായിട്ട് ഇങ്ങനെ എടുത്തു നോക്കി. അത് മൊത്തം മറിഞ്ഞ് ദേഹത്തോട്ട് വീണു. വലിയ കാർച്ച, അച്ചാച്ചയെന്ന് വിളിച്ച് കാർച്ച കാണാം. ഞാനും കിടന്ന കാറി. പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് മോളെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവളെ എൻ്റെ അടുത്ത് ഇപ്പറേ കൊണ്ട് കിടത്തി. ശരീരത്ത് മൊത്തം തൊലിയില്ല, അങ്ങനെ പൊള്ളി അവളെ കൊണ്ട് കിടത്തി. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോട്ടയെ പോയാൽ. അതോടുകൂടി എൻ്റെ വിശ്വാസവും പോയി. കാരണം അമ്മ ഓപ്പറേഷൻ ചെയ്ത് അകത്ത് കിടക്കുന്നു, ഞാൻ ഇപ്പറേ കിടക്കുന്നു, മോളിങ്ങനെ കിടക്കുന്നു. ഇതിനും മാത്രം വലിയ തെറ്റെന്നാ ഞാൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥനയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യം. യേശു ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുക. അങ്ങനെ കുറച്ച് നാളായി വീണ്ടും മോള് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞു, അതിൽ എന്താണെങ്കിലും നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇപ്പോൾ കുഴപ്പമില്ല, പോകാം, നിങ്ങൾ രണ്ടുപേരോടെ കൂടെ സഹായിക്കാൻ എടുത്ത് കിടത്താനൊക്കെ രണ്ടുപേരെയും കൂടെ ഞാൻ റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും വീണ്ടും വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അന്ന് ഒരു ദിവസം നിങ്ങൾ മുമ്പേ പൊക്കോ, ശനിയാഴ്ച തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ഞങ്ങൾ ഉച്ചയാകുമ്പോൾ പോകാൻ വേണ്ടി തീരുമാനിച്ച് വീണ്ടും ആംബുലൻസൊക്കെ ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് മോൻ ചെന്നിട്ട് അവൻ ഇതുപോലെ പാലൊക്കെ തിളപ്പിച്ച് വാങ്ങി വെച്ചിരുന്നു. അപ്പം പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലാസ്കിൽ ഒഴിക്കാൻ തിളപ്പിച്ച് വെച്ചിരിക്കുക പാല്. അവൻ ചെന്ന് അതി ചെന്നെടുത്തു. അവൻ്റെ ദേഹം വീണ് അതിലും കൂടുതൽ പൊള്ളി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ കൂടുതലൊരു പരീക്ഷണമില്ല, വേണ്ട, തീർന്നെന്ന് വിചാരിച്ചിങ്ങനെ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ആഗസ്റ്റ് മാസത്തെ, എനിക്കപ്പോൾ എല്ലാ മാസം 6-ാം തീയതി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് 4990 രൂപ വരും. അത് പെയിൻ അറിയാതിരിക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ, 100 ml ഉള്ളു, 5 മണിക്കൂർ കൊണ്ട് വേണം അത് കയറ്റാൻ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എന്നെ എല്ലാ മാസം 6-ാം തീയതി RCC കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരും. ഓഗസ്റ്റ് മാസത്തിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും സീരിയസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നേ, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ലെറ്റർ തരാം, നിങ്ങൾ ഈ ഇഞ്ചക്ഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അടുത്ത മാസം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 2013 സെപ്റ്റംബർ മാസം 6-ാം തീയതി എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ ചെന്ന ഉടനെ ഡോക്ടർ എൻ്റെ അവസ്ഥയെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. കൗണ്ട് ടെസ്റ്റ് ചെയ്താൽ ബ്ലഡ് എടുത്തു, റിസൾട്ട് വന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് പറഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് കൊണ്ടുപോകും, ഇവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ കൂടെയുള്ള എല്ലാവരും ചോദിച്ചു, സാർ മേഡം എങ്ങനെയും ഇവിടെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മേഡം എനിക്ക് പെയിൻ താങ്ങാൻ പറ്റുന്നതല്ല, എങ്ങനെയും ഇഞ്ചക്ഷൻ ഒന്ന് എടുത്തുതരാൻ പറഞ്ഞു. മേഡം പറഞ്ഞു, ഇവിടെ കാര്യങ്ങൾ ഡോക്ടറാണ് തീരുമാനിക്കുന്ന, രോഗിയല്ല, അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ എൻ്റെ കൂടെയുള്ളവരോട് ഇങ്ങനെ പറയാം, പെട്ടെന്ന് കൊണ്ടുപോക്കോ, കൂടി വന്നാൽ 2 മണിക്കൂറേ ഇരിക്കത്തുള്ളൂ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ വീണ്ടും RCC ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ ശ്രീജിത്ത് സാറ് കണ്ടിട്ട് അനില എന്നെ ഉണ്ട്. സാറ് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഒരാഴ്ച എന്ന് വിചാരിച്ചാൽ ഞാൻ വിട്ടു, ഇപ്പോൾ ഇത്ര ആയില്ലേ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ട് എൻ്റെ വൈഫിനെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ക്രിട്ടിക്കലാണ്, നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് കൊണ്ടുവരണ്ടായിരുന്നു, എവിടെയെങ്കിലും അവിടെ പറ്റിയില്ല, എവിടെ പ്രൈവറ്റിലേലും ഇഞ്ചക്ഷൻ എടുത്താൽ മതിയായിരുന്നു, കാരണം നേരത്തെക്കാളും ഇപ്പം നില മോശമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എനിക്കും ഇതറിയാം, കാരണം ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, കാരണം ഇവന് പെയിൻ താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എന്നെ വിട്ടു. ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നിങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഭാര്യ എല്ലാ ദിവസവും ഇങ്ങനെ ജവമാലയൊക്കെ ചൊല്ലിട്ട് പ്രാർത്ഥിക്കുക. അവൾക്ക് ഭയങ്കര വിശ്വാസം, എനിക്കാണ് ഒട്ടും വിശ്വാസമില്ല. അവളിങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് ദൈവം നിന്നെ മറച്ചുകൊള്ളും, ചിറകുകളുടെ കീഴിൽ നിന്നെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് അവളിങ്ങനെ വായിക്കുക. ഞാൻ പറഞ്ഞു, എടി ഇന്നലെയും വാങ്ങിച്ചു, മിനിഞ്ഞാന്ന് വാങ്ങിച്ചു, നിനക്ക് വേറൊരു വചനം, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഞാൻ 2 ഒച്ച വെച്ചു, അവിടെ കിടന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒച്ച വെക്കുക. കറക്റ്റ് സമയത്താണ് എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയുക,
അനിലെ, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. കിട്ടിയത് 91 സങ്കീർത്തനം. ആ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ നീ ഫോൺ വെച്ചിട്ടൊന്ന് പോ. ഇത് തന്നെ ഇവിടെ 2 ദിവസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിന് വേറെ വല്ല വചനം ഉണ്ടാക്കുക, നീ അത് തന്നെയാണോ പറയുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു പക്ഷേ നമുക്കൊന്ന് നോക്കാം, മോളുടെ ആ ബൈബിൾ നീ കൊടുക്കൂ, കൊച്ചൊരു വചനം എടുക്കട്ടെ. എന്നാണല്ലേ നീ 2-3 ദിവസം എടുത്തിട്ട് ഇത് തന്നെയല്ലേ കിട്ടിയത്, കൊച്ചിൻ്റെ ഒരു ബൈബിൾ കൊടുത്തേ, കൊച്ചൊരു വചനം എടുക്കട്ടെ. ആദ്യമായിട്ടാണ് മോളുടെ ഈ ബൈബിൾ കൊടുക്കുന്നത്. എന്നാലും മോള് തലയും കുത്തിപ്പിടിച്ച് ബൈബിൾ തുറന്ന് എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തു. അവൾ പെട്ടെന്ന് ഇത് പുറകോട്ട് തിരിക്കാം. ഞാൻ പറഞ്ഞു, പുറകോട്ട് നീ പേജ് തിരിക്കണ്ട, മോൾ ഏത് വചനം തന്നോ അത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ വായിച്ചു, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ഞാൻ ചോദിച്ചു, ഇത് തന്നെയല്ലേ നീ ഇത്രയും ദിവസം വായിച്ചേ? അപ്പോൾ അവൾ പറഞ്ഞു, ഇത്രയും ദിവസം എനിക്ക് 839 പേജ് കിട്ടി, സങ്കീർത്തനം 91 തൊട്ട്. മോളെടുത്തപ്പോൾ തൊട്ടടുത്ത 840 പേജാണ് കിട്ടിയത്. അതിൻ്റെ സങ്കീർത്തനം 91-ന്റെ 7-ാം വചനം. എന്നിട്ട് അപ്പോൾ വചനം ഇങ്ങനെ അവൾ വായിച്ചു നിർത്തി, ദീർഘായുസ് നൽകി ഞാൻ നിന്നെ സംതൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷേ ദീർഘായുസ് നൽകി ഞാൻ മരിക്കത്തില്ലെന്നാണ് എൻ്റെ കർത്താവ് പറയുന്നത്. ഇത് തന്നെയാണോ എന്നോട് പറയാനുള്ള വചനം? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കിടപ്പിൽ കിടക്കുന്നു, കാലനങ്ങുന്നില്ല, കയ്യനങ്ങുന്നില്ല, ഇങ്ങനെ കിടക്കുമല്ലേ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോളുടെ ഈ ബൈബിൾ ഒന്നുകൂടെ കൂടെ അവൾ ഒരു വചനം കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മണിക്കുട്ടി മണിക്കുട്ടിന്നാണ് വിളിക്കുക, മണിക്കുട്ടി ഒരു വചനം എടുക്കാൻ പറഞ്ഞു. അപ്പം കൊച്ചു വീണ്ടും ബൈബിൾ തുറന്നെടുത്തു, എൻ്റെ വൈഫിൻ്റെ കൊടുത്തു. കിട്ടിയ വചനം യാക്കോസ്ലിയുടെ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവർ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്തവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 15-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. വീണ്ടും 16 പറയുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. ഞാൻ പറഞ്ഞു, ഒരു 2-3 പ്രാവശ്യം കൂടെ വായിക്കാൻ പറഞ്ഞു. 3-4 പ്രാവശ്യം വായിച്ചു. എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ തന്ന് എല്ലാവരും പോയി കിടന്നു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഈ ക്യാൻസറിൻ്റെ പെയിൻ കൊണ്ട് ഞാൻ 4 ദിവസം 5 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം എന്നെ ഉറക്കാതിരുന്ന് ഈ വചനം ഇങ്ങനെ കേട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വചനം പറയുന്നുള്ളൂ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. ശരിക്കും ആ രാത്രി ഞാനിങ്ങനെ കഴിഞ്ഞു പോയ എൻ്റെ 11 വർഷം ഞാനിങ്ങനെ ആലോചിച്ചു. വിശ്വാസമില്ല. ഞാനൊരു പക്ഷേ എന്നെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നതും ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ ശാലോമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരേക്കാളും ഒരു പക്ഷേ വലിയൊരു പാപിയാണല്ലോ ഞാനെന്ന് അപ്പോഴും ഓർത്തെ. ഞാൻ എന്നിട്ട് ആ രാത്രി മൊത്തം കിടന്ന് കരയാൻ തുടങ്ങി. എൻ്റെ യേശു എൻ്റെ മേൽ നീ കരുണയായിരിക്കണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാരണം അന്നേരം ഞാനിങ്ങനെ ആലോചിച്ച് ഈ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്ത പാപങ്ങളും തെറ്റുകളും ഒക്കെ ഓർത്തു. ഞാൻ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞു. വെളുക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് എഴുന്നേപ്പിച്ചു. ഞാൻ പറഞ്ഞു, നീ അച്ഛനെ വിളിക്കണം, എനിക്ക് അച്ഛനെ കാണണം. പിറ്റേ ദിവസം രാവിലെ എൻ്റെ വികാരിയച്ഛൻ വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നല്ലൊരു അനുരഞ്ജന കൂദാശയൊക്കെ നടത്തി. എന്നിട്ട് ഞാൻ വിചാരിച്ചു, എന്താണ് നീ മരിക്കാം എന്നൊക്കെ വിചാരിച്ച് റെഡിയായിട്ട് ഇങ്ങനെ മനസ്സിനൊരു കുളിർമ. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ആയി, ഇനി സന്തോഷത്തോടെ മരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 ഒക്ടോബർ മാസം 13-ാം തീയതി വൈകിട്ട് എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അതിരമ്പുഴ കാരിസ് ഭവനിൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്, 12-ാം തീയതി തുടങ്ങിയതാണ്, നാളത്തെ ശുശ്രൂഷ സാബു ഓർത്തിട്ട് എന്ന് പറയുന്ന ബ്രദറിനെ നീ പോകുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു തരുന്നതിന് മുമ്പ് പറഞ്ഞു വണ്ടി ബുക്ക് ചെയ്തോളാൻ. അങ്ങനെ എന്താണെങ്കിലും പിറ്റേ ദിവസം രാവിലെ എന്നെ ആംബുലൻസെ കയറ്റി നേരെ കൊണ്ടുപോയി രോഗികളുടെ ഒരു സെക്ടർ, അതിൽ എന്നെ കൊണ്ട് 3-ാമതേ കൊണ്ട് കിടത്തി. മൊത്തം 11 രോഗികളുണ്ടാവും ഒരു സെക്ടറിനകത്ത്. കൊണ്ട് കിടത്തി. ഇങ്ങനെ ഞങ്ങൾ വചനമൊക്കെ കേട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങി. ഇപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നു, കർത്താവേ എൻ്റെ മേൽ കരുണയാണ്. അപ്പോൾ എൻ്റെ പിള്ളേർ ചോദിച്ചു, അച്ചാച്ചയുടെ കണ്ണിൽ കൂടെ എന്നാ സങ്കടം വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളും അച്ചാച്ചയ്ക്ക് വേണ്ടി സങ്കടം വരുന്നവരൊന്ന് പ്രാർത്ഥിച്ചേ, ഇപ്പം അച്ചാച്ചനെ യേശുവപ്പെ എണീപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നോക്കുമ്പോൾ എൻ്റെ പിള്ളേർ 2 പേരും, പെങ്ങളുടെ കൊച്ചുണ്ട്, അവനും 4 വയസ്സുള്ള, അവർ 3 പേരും കൂടെ എൻ്റെ കട്ടിലേക്ക് കയറി നിന്നുകൊണ്ട് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാളിനകത്ത് ഒരേ കരച്ചിലും സ്തുതിപ്പും പ്രാർത്ഥനയും ഇങ്ങനെ നടക്കുമ്പം പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ നിന്ന് ബ്രദർ ആദ്യമേ ഒരു മെസ്സേജ് പറഞ്ഞു, നട്ടലിന് ക്യാൻസർ ഉള്ള ഒരു മകനെ യേശു സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നട്ടലിന് ക്യാൻസർ ഉള്ളൊരു മകനെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്, ബെൽറ്റ് എടുത്തുകൊണ്ട് ഈ അൽത്തറയിലേക്ക് വരാൻ പറഞ്ഞു. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3-ാമത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കുക. ഞാനിങ്ങനെ പറഞ്ഞു,
എൻ്റെ യേശുവേ നീ എന്നെ സുഖപ്പെടുത്തിയാലും നിനക്ക് നന്ദി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനിങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാനൊന്ന് എണീറ്റ് നോക്കി. എനിക്ക് വെറും കൂളായിട്ട് എണീറ്റിരിക്കാൻ പറ്റി. ഞാൻ ഇരുന്ന ഉടനെ എൻ്റെ ബെൽറ്റ് അഴിച്ച് പയ്യെ സൈഡിലോട്ട് വെച്ചു. ഞാൻ ഇരുന്നു 2-3 പ്രാവശ്യം നോക്കി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാനിങ്ങനെ പതുക്കെ പുറത്തോട്ട് തൊട്ട് നോക്കി. പുറത്ത് നോക്കുമ്പോൾ എൻ്റെ ഈ നട്ടല് മാത്രം ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുക. ഉടനെ എല്ലാവരും പറഞ്ഞ, എൻ്റെ പെങ്ങളും വൈഫൊക്കെ പറഞ്ഞു, അച്ചാച്ചനെ വിളിക്കുന്ന ഓടിച്ചെല്ല്, താഴോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എണീറ്റു, ഓക്കെ, പക്ഷേ എൻ്റെ നട്ടല് മാത്രം വെളിയിലേക്ക് നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് അങ്ങനെ പെങ്ങൾ ഓടി താഴെ തലയെടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ മേളിലോട്ട് വരും, പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗികളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞു. ബ്രദർ വന്നു. ആദ്യം 2 പേര് തളർന്നു കിടന്നു, പ്രാർത്ഥിച്ചു. അവർ അപ്പം തന്നെ എണീറ്റു. 3-ാമത് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു യേശു എന്നെ തൊട്ടു സുഖപ്പെടുത്തിയെന്ന്, പക്ഷേ ഈ എല്ല് മാത്രം വെളിയിലോട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ തൊട്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് സ്തുതിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കൂടെ കുറേ പ്രേക്ഷിതരുണ്ട്. എല്ലാവരും കൂടെ എൻ്റെ ദേഹത്ത് തലയെ കൈയൊക്കെ വെച്ചു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്താ പോലെ തോന്നി. ഞാൻ ചാടി എണീറ്റു പറഞ്ഞു, കുനിയെ നിവരും, ഓടാനൊക്കെ പറഞ്ഞു. നോക്കി, ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ തൊട്ട് നോക്കി, എൻ്റെ നട്ടല് ക്ലിയർ ആയിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു, നമ്മുടെ ധ്യാനം എല്ലാ മാസവും അവസാനം കോട്ടയത്ത് നടക്കുന്നുണ്ട്. അവസാനത്തെ ഞായറാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ ഈ മാസത്തെ ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞു. അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേന്ന് ദിവസം 15-ാം തീയതി പോയില്ല. 16-ാം തീയതി കൺവെൻഷന് കൂടാൻ വേണ്ടി ഞങ്ങൾ ചെന്നിട്ട് അന്നേരം ഞാൻ അന്ന് 16 ആദ്യത്തെ ദിവസം ആകുമ്പോഴത്തെ പിന്നെ ചെന്ന് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. 16-ാം തീയതി ചെന്നു. ഇതുപോലെ കൺവെൻഷൻ നടക്കുന്നു. ഞങ്ങൾ നേരെ പോയി ഗ്രൗണ്ടിൽ പോയി ഇതുപോലെ കസരയിൽ പോയി ഇരുന്നു. ലാസ്റ്റ് പരിശുദ്ധാർവാന ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരുടെയും കൈ പൂക്കൾ കൊടുത്തു. എല്ലാവരും ഇങ്ങനെ പൂവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനെ വൈഫ് എടുത്തു. അവനിങ്ങനെ പൂക്കളിട്ടു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കൊച്ച് മോള് നിന്ന് കരയുക. ഞാൻ ഓർത്ത് പോലും. ഞാൻ പെട്ടെന്ന് ഇവളെ ചാടി അങ്ങ് എടുത്തു. ഇവളും പൂക്കളൊക്കെ ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മോൾ എൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം 4 വയസ്സുണ്ടായിരുന്ന മോളെ ഞാൻ എടുത്തു വെച്ചേക്കുക. അപ്പോൾ എനിക്ക് ഫുൾ ആമ്പിൾഡായിട്ട് ഇതേ കണ്ടീഷനിൽ കിടന്ന് ഞാൻ മോളെ വരെ എടുത്തു വെച്ചല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൺവെൻഷന് വേണ്ടി ആ മാസം 28-ാം തീയതി ധ്യാനം കൂടാൻ വേണ്ടി പോകുമ്പോൾ മണർകാട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും നമ്മുടെ ബ്ലഡ് ഇവിടെ ഒന്ന് ടെസ്റ്റിന് കൊടുത്തിട്ട് പോകാം. അങ്ങനെ മാക്സ് കെയർ ലാബിൽ കയറി ബ്ലഡ് കൊടുത്തു. ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ്, റിസൾട്ട് വാങ്ങിക്കുമ്പോഴാണ് വീണ്ടും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. വെറും 56 എൻ്റെ TC. അപ്പം 3300 ഹല്ലേലൂയ. അതേപോലെ പ്ലേറ്റ്ലേറ്റ് 1.5 ലക്ഷം നോർമൽ മതി. എനിക്ക് 1,79,000 ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ നവംബർ മാസം RCC ചെന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എന്താണെങ്കിലും കൗണ്ടൊക്കെ കൂടി, ഇനി നമുക്ക് സർജറി നടത്താം. കാരണം എല്ലുകൾ അസ്ഥികൾ ദ്രവിച്ച് പോയത് ഒരിക്കലും കൂടിച്ചേരില്ല. ഈ നട്ടല് മാറ്റാൻ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം മജ്ജ പോയിരിക്കുക, മജ്ജ റീപ്ലേസ് ചെയ്യണം. അത് തന്നെയല്ല, ഒത്തിരി കോസ്റ്റ്ലി, അതിന് ഒരുപാട് പൈസയാകും. ആദ്യം ഇടുപ്പിലെ എല്ലുകൾ മാറ്റാം. അതിനൊരു 11 ലക്ഷം രൂപയേ ആകത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇടുപ്പിലെ എല്ലുകൾ മാറ്റാൻ വേണ്ടി 2014 ഫെബ്രുവരി 8-ാം തീയതി ഡേറ്റ് തന്നു. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ ഉടനെ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ അതുവരെയുള്ള വിശ്വാസം എല്ലാം കുറേ പൈസ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ജീവിതത്തെ അടിച്ചുപൊളി ജീവിക്കാം, എന്തൊക്കെയോ നേടാം. അങ്ങനെ ഓടിയ ഞാൻ അപ്പോഴാണ് ഓർത്തത്, ഞാൻ ഈ ഇതേപോലൊരു അവസ്ഥയെ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചു. ഇതേപോലെ വീട്ടിൽ വന്ന് കിടന്നപ്പോൾ ഞാനുണ്ടാക്കിയ പൈസയ്ക്കോ അല്ലെങ്കിൽ അന്ന് വരെ ഞാൻ ജീവിതത്തിൽ വലുതെന്ന് നോക്കുന്ന ഒന്നിനും എന്നെ എണീപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ ഇത്രയും വലിയൊരു പാപിയായിട്ടും എൻ്റെ മേൽ ഇത്രയും കരുണ തോന്നി, സ്നേഹം തോന്നി എഴുതിയിട്ട് എൻ്റെ യേശുവിനെ വെച്ചിട്ട് ഇനിയൊരു ജീവിതമുണ്ട്. ഞാൻ ചെന്ന് ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വന്ന് എൻ്റെ യേശുവിന് വേണ്ടി വേണം, ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ബ്രദർ പറഞ്ഞു, എന്താണെങ്കിലും എല്ലാ ധ്യാനത്തിനും ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിറ്റേ മാസം എനിക്ക് സൗഖ്യം കിട്ടിയ ആ മാസം തൊട്ട് എല്ലാ മാസവും ധ്യാനത്തിന് പോകും. അങ്ങനെ ജനുവരി അവസാനത്തെ ധ്യാനത്തിന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഫെബ്രുവരി മാസം സർജറി ചെയ്യാൻ പറഞ്ഞേക്കാണ്, ഫെബ്രുവരി 8-ന് ഡേറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, എന്താണെങ്കിലും നീ പോയി നോക്ക്, എന്നാ പറയുന്ന അറിയാമെന്ന് പറഞ്ഞു. നിൻ്റെ കാര്യം കർത്താവ് ഏറ്റതല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 6-ാം തീയതി പോയി അഡ്മിറ്റായി, ഫുൾ ചെക്കപ്പ് എല്ലാം നടത്തി. 7-ാം തീയതി രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, അനിൽ വേറെ എന്നാ ട്രീറ്റ്മെൻറ്റ് എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ ട്രീറ്റ്മെൻറ്റ് സാറേ, ഇത് തന്നെ താങ്ങാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെയാണ് വേറെ ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇതെല്ലാം പഴയത്, നിൻ്റെ എക്സ്റേ സ്കാനിങ് റിപ്പോർട്ട്, ഇത് പുതിയതിനകത്ത് നിൻ്റെ അസ്ഥികളെല്ലാം പുതിയ അസ്ഥികളാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ നോക്കി, ക്യാൻസർ ഇല്ല, എൻ്റെ അസ്ഥികളൊക്കെ ക്ലിയർ ആയിട്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ധൈര്യമായിട്ട് നോക്കൂ, ഒരു ട്രീറ്റ്മെൻറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതേ RCCയിൽ നിന്ന് ഇനി ഒരിക്കലും ഒരാഴ്ച കൂടുതൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് എന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഇപ്പം 2.25 വർഷമായി.
ഈ 2.25 വർഷമായിട്ട് ഞാൻ ശരിക്കും എൻ്റെ യേശുവിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. മിനിസ്ട്രിയോട് ചേർന്ന്, അതേപോലെ കോളനികളിലെ ഞങ്ങൾ ടൗണുകളിൽ പോയി വചനം പറയുന്നു, ഹോസ്പിറ്റലുകളിൽ പോയി ചെയ്യുന്നു, ഇങ്ങനെ ഒത്തിരി ചെയ്തു. പിന്നെ ഒരു ദിവസം പോലെ ഞാൻ എൻ്റെ ദിവ്യ കുർബാന മുടക്കത്തില്ല. പിന്നെ എപ്പോഴും കൈ ജപമാല, ഞാൻ എവിടെ പോയാലും എന്നാ ചെയ്താലും ജപമാലയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ഈ രോഗസൗഖ്യത്തെക്കാൾ കൂടുതൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടപെട്ടുകൊണ്ടിരിക്കുക. കാരണം ഞാൻ സൗഖ്യം കിട്ടുന്ന സമയത്ത് എനിക്ക് കുറച്ച് പൈസ കടമുണ്ടായിരുന്നു. കോട്ടയത്തെ കാർഷിക ബാങ്കിൽ നിന്ന് ഞാൻ ഒരു വീട് പണിയാൻ വേണ്ടി 3,60,000 രൂപ എനിക്ക് പൈസ അനുവദിച്ച് വന്നപ്പോൾ ഞാൻ അഡ്മിറ്റായിരുന്നു. ആ പൈസ ഫുള്ള് ട്രീറ്റ്മെൻറ്റിനായി. ലാസ്റ്റ് അവിടുന്ന് ജപ്തി നടപടികളുമായിട്ട് വന്നു. പലിശ മാത്രം 76,000 രൂപയുണ്ട്. ജപ്തിയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഞാനിങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വന്നു. എന്നാണ് ഞാൻ പറഞ്ഞ ഒരു നിവൃത്തിയില്ല. അവർ പറഞ്ഞ് ഒരു ആഴ്ച സമയം തരാമെന്ന് പറഞ്ഞ് പോയി. ഒരാഴ്ചക്കുള്ളിൽ പലിശ അടയ്ക്കണം, ഇല്ല ജപ്തിയാന്ന് പറഞ്ഞു പോയി. കറക്റ്റ് 6-ാം പൊക്കം വിളിച്ചിട്ട് പറഞ്ഞു പലിശ മുതലും എഴുതി തള്ളി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ 2 ലക്ഷം രൂപ കടം തന്നിരുന്നു. പുള്ളി ഒരു ദിവസം വിളിച്ച് ഭയങ്കര ചീത്ത. ഞാൻ എൻ്റെ കർത്താവ് എന്നാ ചെയ്യുന്നത്, എന്നാൾ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി, ഇതിങ്ങനെ ചീത്ത കേൾക്കുക, എന്നാ ചെയ്ത്, എൻ്റെ കൊടുക്കാൻ പൈസയും ഇല്ല. കാരണം പുള്ളി പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് നീ പൈസ തരണം, ഇല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചീത്ത. ഞാൻ പറഞ്ഞു എന്നാണല്ലേ യേശു എന്നേലും ഇടപെടും ചേട്ടൻ്റെ കാര്യത്തെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കറക്റ്റ് ആ തിങ്കളാഴ്ച രാവിലെ 8 മണിയായപ്പോൾ ആൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ചെക്കും ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട്, ഞാനപ്പം പള്ളിയിലായിരുന്നു, കൊണ്ട് കൊടുത്തിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചു ഉടനെ പറഞ്ഞു, അനിലെ നീ മൊത്തം പൈസ തരണ്ട, പലിശയും വേണ്ട, 2 വാങ്ങിയതിൽ 1.5 ലക്ഷം രൂപ തന്നാൽ മതി, അത് നിൻ്റെ കയ്യിൽ എപ്പോൾ ഉണ്ടാകുന്നോ അന്നേരം വിളിച്ചേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം അതേപോലെ കാര്യങ്ങളിൽ കർത്താവ് പുള്ളിയുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതുപോലെ എൻ്റെ വൈഫ് MA BEd കഴിഞ്ഞ വർഷം ജൂൺ ആയപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ വൈഫിനൊരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു, ഞാനോ ഇങ്ങനെ ഇറങ്ങി വേറെ വരുമാന മാർഗ്ഗം ഒന്നുമില്ല, എന്നാ ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ ജൂൺ മാസത്തിന് മുമ്പേ ഞങ്ങൾ കോട്ടയത്തുള്ള കോൺവെൻറ്റിൻ്റെ സ്കൂളുകളിലെ പരിചയമുള്ള വൈദികരുടെ സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ബയോഡാറ്റ, ഏതായാലും 11ഓളം സ്കൂളുകളിൽ കൊണ്ട് ബയോഡാറ്റ കൊടുത്തു. ജൂൺ മാസം സ്കൂൾ തുറന്നു, ഒരിടത്തിൽ നിന്നും പോലും വിളിച്ചില്ല. ജൂലൈ ആയി, ഞാൻ വീണ്ടും ധ്യാനത്തിന് ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ പറഞ്ഞു, നീ പോയി ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിൻ്റെ കാര്യം ഏറ്റതല്ലേ എന്ന് ചോദിച്ചു. എന്താണല്ലോ ധ്യാനം, ആ അവസാനത്തെ മാസത്തെ ധ്യാനം കഴിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ബൈബിൾ എടുത്തപ്പം കിട്ടിയത് വചനം 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിൽപ്പിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും, നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാൻ പറഞ്ഞ് കർത്താവ് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി തരുമ്പം പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ ആകുമെന്ന് ചോദിച്ചു. എന്താണല്ലോ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യം ഗവൺമെൻറ് സ്കൂളിൽ തന്നെ വിളിച്ചു. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾ എനിക്ക് പറയാനും വർണ്ണിക്കാൻ പറ്റില്ല. അതേപോലെ ഓരോ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യത്തിൽ വരെ യേശു ശക്തമായിട്ട് ഇടപെട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് ഈ ശാലോമിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ഇടപെടും. ഇന്നത്തെ ഈ രാത്രി, ഈ നൈറ്റ് വിജിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ ദിവസമാണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണം. എല്ലാവരും ഒരു നിമിഷം എണീക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകര ഉയർത്തി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനം പറയാം. യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവ മഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യേശു എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തും. ഒരു നിമിഷം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും രോഗങ്ങളും എല്ലാം യേശുവിനെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുവനായ ദൈവമേ, ഈ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും ശാലോമിലൂടെ ഇപ്പോൾ ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവെ, ശാലോം കുടുംബത്തെയും എല്ലാ പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും എല്ലാം നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ തിരുരക്തത്താൽ ഈ മക്കളെ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ രോഗ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കട്ടെ. മാറാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ ബാധിച്ചവർ, ക്യാൻസറുകൾ, ട്യൂമറുകൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ വിട്ടുപോകട്ടെ. കുടുംബ
പ്രശ്നങ്ങൾ ഈ നിമിഷം പരിഹാരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, മക്കളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ഈ നിമിഷം ഇടപെടണമേ. അത്ഭുത സൗഖ്യങ്ങൾ നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. പെറ്റമ്മയേക്കാൾ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം, കൃപ, കരുണ നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 1 പത്രോസ് 2:24 വചനത്താൽ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 120 അവിടുന്ന് വചനം അയച്ച് സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവായ യേശുവേ, ഈ മക്കൾക്കുള്ള വചനത്താൽ ഈ നിമിഷം സ്പർശിക്കണമേ. ജ്ഞാനം 16-12 മരുന്നോ ലേപനോ ഔഷധമല്ല. കർത്താവായ യേശുവേ, നീയാണ് ഈ മക്കളെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ,